MSN ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ ഇപ്പോൾ സൗദി പ്രോ ലീഗിന്റെ കിരീടത്തിലേക്ക് ഇപ്പോൾ അൽ നസർ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ അൽ നസർ അൽ സബാബിനെ 2-4 എന്ന സ്കോറിന് ആണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലത്തെ മത്സരത്തിൽ അൽ നസറിന് വേണ്ടി മിന്നും പ്രകടനമായിരുന്നു ജോഹോ ഫെലിക്സ് കളിച്ചിരുന്നത്. ഇന്നലത്തെ മത്സരത്തിൽ താരത്തിന് തന്നെയായിരുന്നു പ്ലെയർ ഓഫ് ദ മാച്ചും ലഭിച്ചിരുന്നത്. അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ താരം അൽ നസറിന് വേണ്ടി ഹാട്രിക് ഗോളുകളായിരുന്നു നേടിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ ക്രിസ്ത്യാനിയുടെ വകയും ഒരു ഗോളും ഉണ്ടായിരുന്നു. ഇന്നലെ അൽ നസറിന് വേണ്ടി ഗോൾ കണ്ടെത്തിയിരിക്കുന്നത് ജോഹോ ഫെലിക്സ്, ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നിവരായിരുന്നു. ഇന്നലെ ജോഹോ ഫെലിക്സ് നേടിയത് 3-ാമത്തെ മിനിറ്റിലും 10-ാമത്തെ മിനിറ്റിലും അതുപോലെ തന്നെ കളിയുടെ അവസാന ഇഞ്ചുറി ടൈമിലും. എന്നാൽ ക്രിസ്ത്യാനോ അൽ നസറിന് വേണ്ടി ഗോൾ കണ്ടെത്തിയത് 75-ാമത്തെ മിനിറ്റിലായിരുന്നു. അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ അൽ സബാബിന് വേണ്ടി ഗോൾ കണ്ടെത്തിയിരിക്കുന്നത് കർസാക്കോ 30-ാമത്തെ മിനിറ്റിൽ. അതുപോലെ തന്നെ മറ്റൊരു ഗോൾ കണ്ടെത്തിയിരുന്നത് അൽ ബുലേഹി 80-ാമത്തെ മിനിറ്റിൽ. ഇന്നലത്തെ മത്സരത്തിൽ മികച്ച രീതിയിൽ തന്നെയായിരുന്നു അൽ നസർ കളിച്ചിരുന്നത്. ഇന്നലെ അൽ നസറിന് മികച്ച എത്രയോ ഗോൾ അവസരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഗോളിലേക്ക് എത്തിക്കാൻ ഇന്നലെ അൽ നസറിന് കഴിഞ്ഞിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ അൽ നസറിൻ്റെ മുന്നേറ്റ നിര നയിച്ചുകൊണ്ട് ഉണ്ടായിരുന്നത് സാദിയോ മാനെ, ക്രിസ്ത്യാനോ റൊണാൾഡോ, ജോഹോ ഫെലിക്സ്, ബ്രോസോവിച്ച് എന്നീ മികച്ച താരങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ സൗദി പ്രോ ലീഗിൻ്റെ ടേബിളിൽ ഒന്നാമത് നിൽക്കുന്നത് അത് അൽ നസറാണ്. 32 മത്സരങ്ങളിൽ നിന്ന് 82 പോയിന്റ് നേടിക്കൊണ്ട്. എന്നാൽ അൽ നസറിന് തൊട്ട് താഴെ നിൽക്കുന്നത് അൽ ഹിലാലാണ്. അവർക്ക് 31 മത്സരങ്ങളിൽ നിന്ന് 77 പോയിന്റ് ഇപ്പോൾ നിലവിലുണ്ട്. അൽ നസറും അൽ ഹിലാലും ഇപ്പോൾ 5 പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് ഇപ്പോൾ സൗദി പ്രോ ലീഗിന്റെ ടേബിളിൽ നിൽക്കുന്നത്. ഈ പ്രാവശ്യമെങ്കിലും അൽ നസറെ സൗദി പ്രോ ലീഗിന്റെ കിരീടം നേടും എന്ന് തന്നെയാണ് ഇപ്പോൾ അൽ നസറിന്റെ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദിയിലേക്ക് വന്നതിന് ശേഷം ഒരു മേജർ കിരീടം പോലും അവിടെ നേടിയിട്ടില്ല. അതുകൊണ്ട് ഈ സീസണിൽ അദ്ദേഹം അൽ നസറിനോടൊപ്പം സൗദി പ്രോ ലീഗ് കിരീടം നേടുമെന്ന് തന്നെയാണ് ഇപ്പോൾ അവിടുത്തെ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഫുട്ബോൾ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും ഫോളോ ചെയ്യുക.